ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് RBI മോണിറ്ററി പോളിസി ഒക്കെ പുറത്തു വന്നിട്ടുള്ള ദിവസമാണ്. നമുക്ക് അതിനോടനുബന്ധിച്ച് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 2 അടിപൊളി ടാർഗറ്റ് ചെയ്യുന്ന ദിവസം കൂടിയാണെന്ന്. നിങ്ങൾക്കറിയാം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന്. ഇത്ര വോളാറ്റിലായിട്ടുള്ള മൂവ്മെൻറ്റിൽ നമ്മൾ അടിപൊളി 2 പ്രോഫിറ്റ് എടുത്തുള്ള ദിവസമാണ് ഇന്നത്തെ. സ്പോട്ട് ചാർട്ടിൽ നമുക്ക് അടിപൊളി ട്രേഡ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്പോട്ട് ചാർട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന് അടിപൊളി ട്രേഡ് കിട്ടിയിട്ടുള്ള ദിവസമാണ്. സ്പോട്ട് ചാർട്ട് നോക്കി ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇട്ടാകുന്നത് ബാങ്ക് നിഫ്റ്റി ലെവൽസാണ്. ഡെയിലി അപ്ഡേറ്റ് ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്ക് സ്പോട്ട് ചാർട്ട് നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്നവർക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെവൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസാണ്. 53,630, 53,835, 53,271 ഇത്രയും ലെവൽസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിലാണെങ്കിൽ 24,649, 24,828, 24,495, 24,353 ഇതൊക്കെയായിരുന്നു നിഫ്റ്റിയിലത്തെ ലെവലുകൾ. ഇതൊക്കെ ഇനി വർക്ക് ചെയ്തേക്കണം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം. നമുക്ക് കാണാം 24,822 24,649 മിഡിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ അവിടെ ഒരു പ്രൈസ് ആക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. മാർക്കറ്റ് കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്ത ശേഷം പിന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടി. നമ്മുടെ ഒരു ലെവലിന് നിഫ്റ്റി ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതിന് ശേഷം നമ്മൾ അടിയിലേക്ക് മേടിക്കാനുള്ളവരാണെങ്കിൽ നമ്മുടെ ബയേഴ്സ് റേഷൻ നോക്കിയിട്ട് മേടിക്കുക. ഇനി എല്ലാം മുകളിലേക്കാണ് മേടിക്കുക ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സ് റേഷൻ നോക്കിയിട്ട് മേടിക്കുക. നിങ്ങൾക്ക് കണ്ടറിയാം ഈ ക്യാനിൽ അടിയിലേക്ക് ക്ലോസ് ചെയ്ത ശേഷം പിന്നെ പ്രൈസ് ആക്ഷൻ നമുക്ക് സംഭവിക്കണം. അപ്പോൾ ഒരു ക്യാനിൽ മുകളിലേക്ക് ക്ലോസ് ചെയ്തു, പിന്നെ ഒരു ക്യാനിൽ അടിയിൽ ക്ലോസ് ചെയ്തു, പിന്നെ ഒരു ക്യാനിൽ എൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്തു, പിന്നെ അവിടെ റിജക്റ്റ് ചെയ്തു, പിന്നെ നമുക്ക് മുകളിലേക്ക് എൻട്രി എടുക്കാം. പ്രോപ്പർ പ്രൈസ് ആക്ഷനൊക്കെ ഇവിടെ വർക്കായിട്ടുണ്ട്. ഇവിടുന്ന് എടുക്കണവർക്കാണെങ്കിൽ SL ഒരു 10-15 പോയിൻ്റ് SL സ്ട്രൈക്കിൽ നിങ്ങൾക്ക് പോകും. 10 പോയിൻ്റ് സ്ട്രൈക്കിൽ SL ഇടുന്നവർക്കാണെങ്കിൽ അത് SL ഹിറ്റാകും. അല്ല ഹോൾഡ് ചെയ്യണവർക്കാണെങ്കിൽ അത് അടിപൊളി പ്രോഫിറ്റിക്ക് തന്നെ പോയിട്ടുണ്ട്. അത് ഒരു 86 പോയിൻ്റൊക്കെ ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അവിടെ. ഇതായിരുന്നു നിഫ്റ്റിയിലത്തെ ലെവല്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റി നമ്മുടെ ലെവലിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത്. ക്ലോസ് ചെയ്തത് 53,650 താഴെയാണ്. ഇങ്ങനെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബയേഴ്സിൻ്റെ റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. മോളിക്ക് മാത്രമല്ല നമ്മൾ എൻട്രി എടുക്കുന്നത്, സ്പോട്ടാണല്ലോ, ബിയും എൻട്രി എടുക്കാമല്ലോ. മോളിക്കാണ് ക്ലോസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സെല്ലേഴ്സിൻ്റെ റിജക്ഷൻ കാണണം. അടിയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബയേഴ്സിൻ്റെ റിജക്ഷൻ കാണണം. ഇവിടെ നമുക്ക് കാണാം പ്രോപ്പർ ഒരു ബയേഴ്സ് റിജക്ഷൻ വന്നതാണത് ഈ ക്യാൻഡലിലാണ്, ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ. അവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാം. SL ഇടുകയാണെങ്കിൽ 30 പോയിൻ്റൊക്കെ SL, അതായത് സ്ട്രൈക്കിൽ 30-20 പോയിൻ്റ് SL. നമ്മൾ ഇതിലൊരു 60 പോയിൻ്റൊക്കെ വയ്ക്കുക, 60-50 പോയിൻ്റൊക്കെ വയ്ക്കുക. സ്ട്രൈക്കിൽ 30 പോയിൻ്റേ പോകുള്ളൂ. അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. പിന്നെ അടിപൊളി മൂവ്മെൻറ്റാണ് അടിയിലേക്ക് പോയത്. അതായത് 53,271. ഈ 53,271 എത്തിയപ്പോൾ നമുക്ക് കാണാം അടിപൊളി റിജക്ഷൻ തന്നെയായിരുന്നു സംഭവിച്ചത്. പിന്നെ ഒരു പ്രൈസ് ആക്ഷൻ അവിടെ ക്രിയേറ്റ് ആയിട്ടില്ല. അത് നല്ല അടിപൊളിയായിട്ട് മൂവ്മെൻ്റ് ആയിരുന്നു. അടിയിലേക്ക് ക്ലോസ് ചെയ്ത ശേഷം മുകളിലേക്ക് പോയി. പിന്നെ അടിയിലേക്ക് ഒന്നൊരു പ്രൈസ് ആക്ഷൻ സംഭവിച്ചിട്ടില്ല. നേരിട്ട് മുകളിൽ പോയി പോയിരുന്നത്. അപ്പോൾ ആ ട്രേഡ് കിട്ടില്ല. ഈ മുകളിലത്തെ ആദ്യത്തെ ട്രേഡ് 53,650, 630 റിജക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ മാർക്കറ്റ് ഒരു റേഞ്ചിൻ്റെ ഉള്ളായിരുന്നു നിൽക്കണ്ടായിരുന്നു ഫുള്ള് ഇന്നത്തെ ദിവസം. അപ്പോൾ സ്പോട്ടിൽ ഇത്രയും ശോകം മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ സ്ട്രൈക്കിലും അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ എന്നാലും നമ്മൾ ഒരു 200 പോയിൻ്റ് അതിൽ ക്യാച്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഇതായിരുന്നു ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന റൂൾസാണ്. പ്രൈസ് ആക്ഷൻ്റെ എൻട്രി ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കൊടുത്തേണ്ട 24,700 C, 24,700 P, 53,600 C, 53,600 P. ഇതിൽ നമുക്ക് ടാർഗറ്റ് അടിച്ചത് ബാങ്ക് നിഫ്റ്റികളിലാണ്. 53,600 Cയിലും 53,600 Pയിലും നമുക്ക് ടാർഗറ്റ് ഉണ്ട്. നമുക്ക് 53,600 Cയിലെത്തിയും 53,600 Pയിലെത്തിയും പ്രോഫിറ്റിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് കാണാം, ഞാൻ രാവിലെ കൊടുത്ത ലെവലുകളാണ് 748, 951. അതായത് നമുക്ക് രാവിലെ എൻട്രികൾ വന്നിട്ടില്ല. രാവിലെ നമുക്ക് എൻട്രികളായിട്ടില്ല. നമുക്ക് എൻട്രി വന്നേക്കണത്, പ്രോപ്പർ എൻട്രി വന്നേക്കണത് ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. നമുക്കത് എപ്പോഴാണ് കൊടുത്തതെന്ന് നോക്കി നോക്കാം. ഇതൊക്കെ 9:14 കൊടുത്ത ട്രേഡാണ്. 9:14, 9:15 കൊടുത്ത ട്രേഡാണ്. 748 എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 748 രൂപയ്ക്ക് മേടിക്കാൻ പറഞ്ഞ ബാങ്ക് നിഫ്റ്റി ഞാൻ കൊടുത്തത് 10.22 10.22 എന്ന് പറയുമ്പോൾ ഈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ, ഈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലാണ് ഞാൻ എൻട്രി കൊടുത്തത്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ അടിപൊളിയായിട്ട് ഈ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ നല്ല മൂവ്മെൻറ്റാണ് കിട്ടിയത്. പിന്നെ ഈ ഒരു എൻട്രി എടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് 3 ക്യാൻഡിലിൽ തന്നെ 3 മിനിറ്റിൽ തന്നെ 100 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര അഗ്രസീവ് ടൈപ്പ് എൻട്രി ആണ് അത്. അതായത് സെല്ലേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം എൻട്രി എടുക്കുക, 20 പോയിൻ്റ് SL ഇടുക, എന്നിട്ട് എൻട്രി എടുക്കുക. അങ്ങനെയാണെങ്കിലാണ് ഈ ടാർഗറ്റ് അടിക്കുന്നത്.
നമുക്ക് ഈസി ആയിട്ട് തോന്നാൻ പറ്റും, പക്ഷേ എന്ന് വെച്ചാൽ ഈസി അല്ല, ഇത്തിരി ടാസ്ക്കുള്ള ട്രേഡാണത്. വെറും 3 മിനിറ്റിലാണ് 100 പോയിൻ്റ് ടാർഗറ്റ് ഹിറ്റായിക്കണത്. സെല്ലേഴ്സിന് കണ്ട ശേഷം അപ്പോൾ തന്നെ എൻട്രി എടുക്കുക, അതാണ് എൻട്രി. പിന്നെ RBI മോണിറ്ററി പോളിസി നടക്കുന്ന ടൈമിലുള്ള ട്രേഡാണിത്. അപ്പോൾ അത്രയും വോളാറ്റിലുള്ള സമയത്താണ് ഈ ട്രേഡ് നടന്നേക്കണത്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ലെവലിൽ തന്നെ അത് ടച്ച് ചെയ്ത് പോകാൻ സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സെല്ലേഴ്സിന് കാണുമ്പോൾ പിന്നെ കയറി പ്രോഫിറ്റ് എടുക്കലാണ് ഏറ്റവും എളുപ്പം. അങ്ങനെയാണ് ഈ ട്രേഡ് എക്സിക്യൂട്ട് ആയിക്കണത്. നല്ല ട്രേഡ് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ലെവലിലേക്ക് അത് വന്നിട്ടില്ല. നമുക്ക് കാണാം നമ്മുടെ ലെവലിലേക്ക് ടച്ച് ചെയ്തിട്ടും കൂടി ഇല്ല, ടെസ്റ്റ് ചെയ്തിട്ടില്ല മെയിനായിട്ട്. ഞാൻ അടുത്ത് 53,600 PE ആണ്. ഇത് ഞാൻ രാവിലെ കൊടുത്ത ട്രേഡാണ്. 9 കൊടുത്ത് 808 മുകളിൽ മുമ്പ് മേടിച്ചോളാൻ പറഞ്ഞിട്ട്. 808 മുകളിൽ ഒരു 10 മണിക്ക് ശേഷമാണ് പോയിക്കണത്. 2 ക്യാനിലുണ്ട് 3 ക്യാനിലുണ്ട് തന്നെ അത് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലെവിടെ നമ്മൾ സെല്ലേഴ്സിനെ പിടിക്കണത് 260 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് 3 ക്യാൻഡലിൽ. ഇതിപ്പോൾ കിട്ടാത്തവരുണ്ടാവും കേട്ടോ ഈ ട്രേഡ്, ഇല്ലയെന്നും പറയണില്ലേ. പക്ഷെ നമ്മുടെ ലെവലിൽ അത് ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്നെ നിൽക്കണ്ടായിരുന്നു. അത് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ലെവലിലേക്ക് അടിയിലേക്ക് വന്ന് റിജക്റ്റ് ആയോടത്താണ് ട്രേഡ്. അതായത് ലിമിറ്റ് ഓർഡർ ഇട്ട് നിൽക്കുന്നവർക്ക് ഈ ട്രേഡ് കിട്ടുള്ളൂ. മെയിനായിട്ട് ലിമിറ്റ് ഓർഡർ ഇട്ട് നിൽക്കുന്നവർക്കാണ് ഈ ട്രേഡ് കിട്ടുള്ളൂ. ഇത് ഞാൻ പറയണത് ഈ RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് നടക്കുന്ന ടൈമിലുള്ള ട്രേഡാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്കിത് നമ്മുടെ ഒരു റൂൾസ് പ്രകാരം ഇത് ടാർഗറ്റാണ് 100 പോയിൻ്റ്. ലിമിറ്റ് ഓർഡർ ഇട്ടുന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ബാങ്ക് നിഫ്റ്റിക്ക് വലിയ മൂവ്മെൻ്റ് ഇല്ല, നമുക്ക് കാണാം. അത്രയും വോളാറ്റിലായ മാർക്കറ്റാണ്. ഇതെല്ലാവരും കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ റൂൾസ് അനുസരിച്ചുള്ള ഒരു ട്രേഡാണ് ഞാൻ പറയണത്. ഓക്കെ, ഇനി അതല്ലാണ്ട് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നമുക്ക് 3 SL അടിച്ച ദിവസമാണ് ഇന്നത്തെ. നമുക്ക് ട്രേഡിലേക്ക് പോകാം. ഇതായിരുന്നു 2 SL. അതായത് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ 205 10-21 കൊടുത്ത ലെവലാണ് 24,700 C. അത് 205ൻ്റെ മുകളിലേക്ക് ക്രോസ് ചെയ്ത ശേഷം സെല്ലേഴ്സിന് വേണ്ട എൻട്രി എടുക്കുക. അതാണ് മെത്തേഡ്. ഇവിടെ സെല്ലേഴ്സിന് വേണ്ട എൻട്രി എടുത്തവർക്കാണെങ്കിൽ 16 പോയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് അടി 1:1 നമ്മൾ കണ്ടിട്ടുണ്ട്. അടിയിലേക്ക് പിന്നെ വന്നു. ഇനി ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും ഇത് SL ആണ്. പിന്നെ ഇതേ ലെവലിൽ തന്നെ പിന്നെ റീടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് പിന്നെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. നമുക്ക് കാണാം ബയേഴ്സ് മോളിൽ ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് സെല്ലേഴ്സിൻ്റെ ക്യാനിൽ വെയിറ്റ് ചെയ്തു. പിന്നെ ലിമിറ്റ് ഓർഡറിൽ എൻട്രി കിട്ടി. അത് പിന്നെയും ഡയറക്റ്റ് SLലേക്ക് തന്നെ പോയത്. 10 പോയിൻ്റ് SL ഇടുന്ന കാരണമാണ് ഇതൊക്കെ അടിക്കണത്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ടാർഗറ്റ് തന്നെയായിരുന്നു. അത് അടിപൊളി മൂവ്മെൻറ്റിൻ്റെ ആയിരുന്നു കിട്ടിയേക്കണത്. ഇത് പ്രോപ്പർ 10 പോയിൻ്റാണ് നമുക്ക് SL പോയിക്കണത്. ഇതും പ്രോപ്പർ 10 പോയിൻ്റാണ് SL പോയിക്കണത്. ഇതൊരു 10-15 പോയിൻ്റ് ഇട്ടവർക്കൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളി പ്രോഫിറ്റാണ്. ഇവിടെ 1:2 കണ്ടിട്ടാണ് തിരിച്ചു വന്നേക്കണത്. പിന്നെ നമുക്കുണ്ടായിരുന്നു 24,700 PEയിലെത്തിയായിരുന്നു. PEയിൽ നമുക്ക് കാണാം സ്ട്രൈറ്റ് SL ആണ്. നമ്മുടെ ലെവലിൻ്റെ മുകളിൽ കയറി സെല്ലേഴ്സിന് വേണ്ടി ട്രേഡ് എടുത്തവർക്കാണെങ്കിൽ നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം അവിടുന്ന് ഡയറക്റ്റ് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡറിലും ട്രേഡ് എടുക്കാം. എങ്ങനെ എടുത്തവർക്കാണെങ്കിലും 2 SL ആണ് അത്. പിന്നെ തിരിച്ച് പിന്നെ അതേ ലെവലിലേക്ക് കയറിയപ്പോൾ പിന്നെയും ട്രേഡ് എടുക്കാൻ പോണ്ടായിരുന്നു ഞാൻ. അതും ഡയറക്റ്റ് ഒറ്റ ക്യാൻഡിൽ തന്നെ SL 10 പോയിൻ്റ് പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 30 പോയിൻ്റാണ് SL കൊണ്ടുവന്നത്. പക്ഷെ നമുക്കൊരു 200 പോയിൻ്റിൻ്റെ പ്രോഫിറ്റും വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സീനില്ലാത്തൊരു ദിവസമാണ് ഇന്നത്തെ. നല്ല ട്രേഡും കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും എന്നൊരു ചോദ്യം ഉണ്ടാവും. അത് ഇതിൽ ഞാൻ ചിലപ്പോൾ നടക്കില്ലായിരിക്കും നമുക്ക്. അതായത് ഈ ക്യാൻഡിൽസിൽ ചിലപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് ട്രേഡ് കിട്ടാൻ സാധ്യത കുറവാണ് ഈ ഒരു മെത്തേഡിൽ. അപ്പോൾ ഇതിനെ മാറ്റി നിർത്തിയാലും നമ്മൾ 100 പോയിൻ്റ് അടിപൊളി പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെന്ന്. ഇത് പക്കാ ട്രേഡാണിത്. നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് SLSനാണ് ഡയറക്റ്റ് എൻട്രി എടുക്കുക, 100 പോയിൻ്റ് അച്ചീവ് ചെയ്യുക. അത് ഈസി ടാർഗറ്റായിരുന്നു അത് ഈ ഒരു ട്രേഡ്. മറ്റേത് കിട്ടിയവരൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻട്രി ആയിരുന്നു അത്. ഇത് പക്ഷേ ഈസി ആയിരുന്നു. ഈസി 100 പോയിൻ്റ് ആയിരുന്നു. നമുക്ക് പോയി കഴിഞ്ഞ് 20 പോയിൻ്റ് പോകും. കിട്ടുകയാണെങ്കിൽ 100 പോയിൻ്റ് കിട്ടും. അതാണ് നമ്മുടെ ലെവൽസ്. ഇന്നെന്തായാലും വളരെ ഒരു ശോകം പിടിച്ച ദിവസമായിരുന്നു. നമുക്ക് ടാർഗറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസുകൾ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് ഒരു സുഖമില്ലാത്ത ദിവസമായി ഇന്നത്തെ. അത് 3 സ്റ്റോപ്പ് ലോസൊക്കെ പോയിട്ടുണ്ട്. അത് നമുക്കൊരു ഇവൻ്റ് ഉള്ളതുകൊണ്ടാണ് അതിപ്പോൾ ഇങ്ങനെ നല്ല വോളാറ്റിലായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസിലേക്ക് പോകേണ്ട ആവശ്യം വന്നത്. പക്ഷേ ഇത്ര സ്റ്റോപ്പ് ലോസ് പോയിട്ട് നമുക്ക് 10 പോയിൻ്റ് പോകണുള്ളൂ. അത് 3 കൂടി 30 പോയിൻ്റ്. നമുക്ക് ഒറ്റ ട്രേഡിൽ 100 പോയിൻ്റ് കാച്ച് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. അന്ന് 30 കുറച്ചാൽ 70 പോയിൻ്റ് അപ്പോഴും നമുക്ക് പ്രോഫിറ്റിൽ തന്നെ. പ്രോപ്പർ പ്രോഫിറ്റിൻ്റെ കാര്യം പറയുന്നത് 70 പോയിൻ്റ് പ്രോഫിറ്റിൽ തന്നെ. മറ്റേത് ഇത്തിരി ഡിഫിക്കൽട്ട് എൻട്രി ആയതുകൊണ്ട് ഞാൻ ആ 100നെയും ഞാൻ പറയണില്ല. ബാക്കി അടിപൊളി ട്രേഡ് തന്നെയായിരുന്നു കിട്ടിയേക്കണത്. എല്ലാ ദിവസവും ജാക്ക് പോട്ട് അടിക്കില്ലല്ലോ. ഈ വീഡിയോ പുതുതായി കാണുന്നവർ എൻ്റെ ട്രേഡുകൾ ഇത്തിരി ശോകം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രീവിയസ് 1-2 വീഡിയോ കണ്ടാൽ മതി.
എന്താണെന്ന് വെച്ചാൽ ആ ഡൗട്ടിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഡൗട്ടിൽ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പാടില്ല. ആ ഡൗട്ടിൽ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇന്ന് നമുക്ക് RBI മോണിറ്ററി പോളിസിയുടെ ദിവസമായിരുന്നു, ഇവൻ്റ് ഉള്ള ദിവസമാണ്. അതിൻ്റേതായ വോളാറ്റിലിറ്റി ഉണ്ട്. അതാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നേക്കണത്. അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് വീഡിയോസ് നോക്കി അറിയാം നമ്മുടെ ലെവലിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രൈസുകൾ ആക്ട് ചെയ്തേക്കണതെന്ന്. പിന്നെ ഞാൻ ഫോറക്സിൽ ക്രിപ്റ്റോയിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. ബിറ്റ്കോയിനും എത്തേറിയാവും ട്രേഡിങ്. ഓൺലി 2 കോയിൻസാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അതിൽ പ്രോപ്പർ ട്രേഡിംഗ് ആണ് കിട്ടുക നിങ്ങൾക്ക്. എല്ലാ ദിവസവും അതിൽ ട്രേഡിംഗ് ഉണ്ടാവില്ല. നമ്മൾ അത്രയും ഹോൾഡിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അതിന് ഫോളോ ചെയ്യണത്. ഒരു $500 to $1000 പ്രോഫിറ്റ് ബിറ്റ്കോയിനിലും 100 to 500 പോയിൻ്റ് പ്രോഫിറ്റ് എത്തേറിയത്തിലും കിട്ടാനുള്ള ട്രേഡിങ്ങുകൾ മാത്രമേ അതിൽ കൊടുക്കാറുള്ളൂ. താല്പര്യമുള്ളവർക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാം. ഡെൽറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ഇതാണ്. ഇതിൽ ഓൾറെഡി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല, തികച്ചും ബിഗിനറാണ് എന്നുള്ള ആൾക്കാരുണ്ടാവും ചുറ്റും. അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ട്രേഡിംഗ് എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്കൊക്കെയും എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും ട്രേഡിങ് എന്താണ്. ട്രേഡിങ് ഈസിയാണ്, പക്ഷേ പ്രോപ്പർ ലേണിംഗ് വേണം ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ. അത്രേ ഞാൻ പറയണുള്ളൂ. അത്രയും നല്ല സക്സസ്സിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, എനിക്ക് DM ചെയ്യുക. നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയണത്. അല്ലാണ്ട് നിങ്ങളുടെ പഠിച്ച ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ടിരിക്കരുത്. മെയിനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറേ പഠിച്ചുകൊണ്ട് മാത്രം ഇത് ഏൺ ചെയ്യാൻ പറ്റില്ല. അത് എവിടെ എടുക്കണം, എൻട്രി പ്രൈസ് എക്സിറ്റ് പ്രൈസ് നിങ്ങൾക്ക് അറിയണം. അതറിഞ്ഞില്ലെങ്കിൽ പിന്നെ ട്രേഡിങ് ചെയ്യണതിൽ അർത്ഥമില്ല. അപ്പോൾ അതാണ് ഞാൻ പഠിപ്പിക്കണത്. എൻട്രി എക്സിറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കും, സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കും, വെച്ചിരിക്കും. പിന്നെ ഞാൻ ചെയ്യണ ടെക്നിക്ക് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ മെത്തേഡ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ പോകണില്ല. ഈ ഒരു സ്ട്രാറ്റജി, ഞാൻ ചെയ്യണ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. അത് 100% ഞാൻ ഉറപ്പ് തരാം. വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാനും പറ്റില്ല. ഈ സ്ട്രാറ്റജി അത്രയും സിമ്പിൾ ആൻഡ് പവർഫുൾ സ്ട്രാറ്റജിയാണ്. താല്പര്യമുള്ളവർക്കൊക്കെയും ജോയിൻ ചെയ്യാം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ചെറുതായിട്ട് കൂടുന്നുണ്ടെങ്കിലും നമുക്ക് വ്യൂവർഷിപ്പ് ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. നാളെ ഒരു അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.